ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എന്താ പറയുക, കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഒരു 3 ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് അല്ല തോന്നുന്നുണ്ട് സത്യത്തിന്, പാത്രം വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, ഇതൊന്നും എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ കുറേ ആൾക്കാർ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നോട്ടീസ് കാണിച്ചു തന്നിട്ട്, ആരൊക്കെ വാങ്ങിയെന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ കമൻറ്റിൽ അയക്കുക കേട്ടോ, ഞാൻ ആരാ വാങ്ങിയത് എന്നുള്ളത്. പിന്നെ ഇത് തട്ടുമ്പോഴില്ലേ, ശരിക്കും തട്ടുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു സൗണ്ടല്ല വരുന്നത്. നമ്മൾ ഇനിയൊരു ചട്ടി നോക്കി ഒരു ഇരുമ്പിൽ നോക്ക് ഇത് കൊടുത്തിട്ട് നോൺ സ്റ്റിക്ക് പോളിച്ച് കൊടുത്തിട്ടുണ്ടാവില്ലേ, അതുപോലെ. പക്ഷെ നല്ല ഉള്ളു നല്ല നൈസുണ്ട്. പക്ഷെ ഞാൻ ഇത് മെയിൻ വാങ്ങാനുള്ള കാരണം എന്താ അറിയുമോ, എനിക്ക് സത്യത്തിൽ കറണ്ട് അടുപ്പിൽ വെക്കണതില്ലേനു. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ചുടുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ കാര്യം നല്ലത്, നമുക്ക് ഉള്ളിൽ വെച്ച് പരത്തുകയല്ലേ ചെയ്യേണ്ടത്, പുറത്ത് വെച്ച് പരത്താലൊരു സ്പേസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ആവശ്യമായിരുന്നു. അതേപോലെ കറിയൊക്കെ ഇപ്പം നമ്മൾ മീൻ കറി എന്തെങ്കിലും ഒന്ന് ചൂടാക്കണമെങ്കിലൊക്കെ കറണ്ട് അടുപ്പിൽ വെക്കേണ്ട പാത്രമില്ലായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞ് ഇത് കറണ്ട് അടുപ്പിൽ യൂസ് ആക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്, 499. ഇതിൻ്റെ പ്രൈസ് കണ്ടിട്ട് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ചായ വെക്കാൻ ഞാൻ കറണ്ട് അടുപ്പിൽ സത്യത്തിന് ചായ വെക്കൽ, അല്ലെങ്കിൽ വലിയൊരു സ്റ്റീലിൻ്റെ കറിപ്പാത്രത്തിൽ, അല്ലെങ്കിൽ ചായ വയ്ക്കുന്ന പാട്ടയിൽ, ഇതിലൊക്കെയായിരുന്നു ഞാൻ കറണ്ട് അടുപ്പിൽ സത്യം പറഞ്ഞാൽ ചായ വെക്കണത്. എന്നിട്ട് ഞാനൊന്ന് കറണ്ട് അടുപ്പിൽ യൂസാക്കി നോക്കിയതാണ്, ആകുന്നുണ്ടോ നോക്കാം, അതിൽ ചൂടാകുമോ എന്നുള്ളത്. ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി നോക്കുമ്പോൾ സെറ്റ് കേട്ടോ, സംഭവം സെറ്റാണ്. എനിക്ക് സത്യത്തിന് കറണ്ട് അടുപ്പിൽ വെക്കുന്നത് എന്തെങ്കിലും ഒരു ചായ വെക്കാനും ചപ്പാത്തി ചൂടാനും, ചപ്പാത്തിയോ റൊട്ടിയോ ഇതൊക്കെ ചൂടാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ ഇരുന്നു. നോക്കുമ്പോൾ സെറ്റ് ചൂടാകുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി. അപ്പോൾ പിന്നെ വൈകുന്നേരം അതൊക്കെ വാങ്ങിയ ചായപ്പോൾ ഇത് വൈകുന്നേരം സ്കൂളിൽ വരുന്ന സമയത്ത് പിന്നെ പാനിപ്പൂരി വേണമെന്നിട്ട് കുട്ടികൾ 2-3 ദിവസമായി പറഞ്ഞമ്മ പാനിപ്പൂരി കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ തന്നെ വാങ്ങിക്കൊടുക്കണമല്ലോ, പെരക്കാടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം കയറി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമല്ലോ. അപ്പം ഇപ്പം പിന്നെ എന്നാലും അൽഹംദുലില്ലാ എന്തെങ്കിലും വേണ്ട സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മോനോട് പറഞ്ഞാൽ മോൻ കൊണ്ടുത്തരും. പിന്നെ അതിൻ്റെ സാധനങ്ങളാണിത്, ഉള്ളിയും മിക്സറും ഗ്രീൻ പീസും ഇതെല്ലാം കൂട്ടിയിട്ട് രസമല്ല, ഓരോരോ തോന്നലല്ലേ. അപ്പം നോക്കുമ്പോൾ അത് ചൂടാറിന്, അതിൻ്റെ പാനി ചൂടാറിയിട്ടുണ്ട്, അതിൻ്റെ മസാല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇതിലൊക്കെയായിരുന്നു ചായ വെക്കുന്നൊക്കെ ഉണ്ടായത്. ഇതാകുമ്പോഴല്ലേ, ഇത് കറണ്ട് അടുപ്പിൽ വെച്ചാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും, അടിയിൽ വേഗം പിടിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കൊരു പാത്രം അങ്ങനത്തെ വാങ്ങണം, ഒരു ചട്ടി വാങ്ങണം എന്ന്. ഇതിൽ സ്റ്റീലിൻ്റെ നമ്മൾ ഇതിൽ വെക്കുന്ന സമയത്ത് വേഗം അടിയിൽ പിടിക്കുകയും ചെയ്യുക. എന്നിട്ടും ഞാൻ അധികം ചൂടാക്കിയിട്ടില്ല, ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അതൊക്കെ അതിൻ്റെ മസാലകളും ഇതും ഒക്കെ ഇതാക്കിയാണ് കേട്ടോ, ആക്കിയിട്ട് കുട്ടികളും ഞാനും കൂടി തിന്നുക. ഒരു രസമാണല്ലോ ഇതൊക്കെ. ഇത് തിന്നുന്നതിന് കുഴപ്പമില്ല, നമ്മൾ ഗോബി മഞ്ചൂരി തിന്നുന്നതിന് ആ കുഴപ്പമെന്നൊക്കെ പറയും. എന്നാലും ഇപ്പം തിന്നണ്ടതിന് ഇപ്പം എല്ലാം തിന്നണമല്ലോ. നമ്മളിപ്പോൾ എപ്പോഴും തിന്നൊന്നുമില്ല, കുട്ടികൾക്ക് ഓരോരോ തോന്നലല്ല, ഇത് വേണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓനെന്താ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വിളിച്ച് പറയുമ്പോൾ പിന്നെ ഇത് ഭയങ്കര എരിയായിരുന്നു. ഒരു തുള്ളി ഒഴിച്ചിട്ടുള്ളൂ, ഞാൻ ഒരു സ്പൂണായിട്ട് ഒഴിച്ചിട്ടുള്ളൂ. മരണ ബ്രൂ കാന്താരി അരച്ച വെള്ളമാണത്, അത് ഞാൻ ലേശം ഒഴിച്ചിട്ടുള്ളൂ, നല്ലോണം ഒഴിക്കാൻ. നല്ല ഒഴിച്ചാലൊന്നും തിന്നാൻ കഴിയൂല. അങ്ങനെ ഇനി ഞാനത് കുറച്ചത് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനതൊക്കെ ഒഴിച്ച് കുട്ടികളും ഞാനും കൂടി ഇരുന്നിട്ട് അങ്ങനെ തിന്നുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വലിയ കാര്യപ്പെട്ട വീഡിയോ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.